അപ്പോൾ അവിടെ പാറുവാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആ അടിപൊളി കളവനായോ? അടിപൊളി കാട്ട് കളവന്മാരെ ലുക്കായി. ഒറിജിനൽ കളവനല്ല, കാട്ടുകള. എങ്കിലും എൻ്റെ അപ്പൂപ്പ കൈ ഓടിക്കും പൊളിച്ച്. അപ്പൂപ്പ അടിച്ച് പൊളിക്കാൻ. അപ്പൂപ്പനെ കത്തിക്കണം. പിന്നെ കളർ ഉണങ്ങുമ്പോൾ ശരിയാവുമായിരിക്കും. ഉണങ്ങുമ്പോൾ പിന്നെന്ത്, ഇപ്പോഴെന്നെ അപ്പൂപ്പ സെറ്റപ്പ് അല്ലേ. വേണ്ട, ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പം സ്റ്റാറല്ലേ, അടിപൊളിയായി. കുറച്ച് മേളിലോട്ടൂടെ ചേച്ചി, കുറച്ച് മേളിലോട്ടൂടെ ചെയ്ത് കൊടുക്കും. ഇത് ഈ തലമുടി കാണുന്നിടത്തെല്ലാം ഇതുകൂടെ മേലോട്ടൂടെ തയ്ക്കണം, എങ്കിലേ ശരിയാകത്തില്ല. എല്ലായിടത്തൂടെ വാരി തേച്ച്. എങ്കിലും എൻ്റെ അപ്പൂപ്പ കൊള്ളാം, അടിപൊളി. കുറച്ച് സ്ഥലത്തൊക്കെ നല്ല നരച്ചെന്ന് വരും. അപ്പം മേലോട്ടൂടെ ഒന്ന് കുറച്ച് ബാക്കിലോട്ടൂടെ അങ്ങ് പോട്ടെ. അവിടെ ഇപ്പുറത്തെ ഈ സൈഡിലൂടെ കുറച്ച് വേണം. മതി, കംപ്ലീറ്റ് വാരി തേക്കാതെ. കുറച്ചൊക്കെ അരച്ചിരുന്നാ മതിയടാ. മതിയല്ലേ? പിന്നെ ഒരു നരച്ച അല്ലെങ്കിൽ തീരെ അപ്പൂപ്പനായി പോകല്ലേ. അപ്പൂപ്പൻ തന്നെ പുറയിലോട്ട് ചെറുതായിട്ട് വേണ്ടേ? കണ്ണട ഒന്നും എടുത്ത് തുറക്കാതെ അതിനകത്ത് പെയിന്റ് വീണോ. മതിയടാ, മതിയല്ലേ? ഇതെന്താ, നമ്മുടെ ഫേസ് മാത്രം കിട്ടിയാൽ മതി. ഓക്കെ. ഓലോലം കടലോലോലം വള്ളങ്ങൾ തമ്മിൽ കെട്ടി മറിയുമ്പോ ഓമന കൈകൾ ചെപ്പു തുറഞ്ഞവന് അൽഫീൽ വന്നാലും നിന്നാലും. അതെല്ലാം പോട്ടെ, അല്ല അതെല്ലാം പോട്ടെ. അപ്പൂപ്പന്റെ സൗണ്ട് ഒന്ന് അനുകരിച്ചാണ്. മക്കളെ സുഖം തന്നെയല്ലേ, നീ എന്തായിരുന്നു വന്നത്? അത് പറ്റൂലെന്ന് പറയുമ്പോ ഇതിൽ കൊഞ്ചല് വേണം. മക്കളെ നീ എന്തായിരുന്നു മക്കളെ ഇവിടെ വന്നത്? മക്കളെ നീ എന്തിനാ വന്നത്? ഇതാണ് പറഞ്ഞത്, എഴുതാറുണ്ടാത്തോണ്ട് പേര കൊടുക്കല്ലേ കൊടുക്കണം. അത് കാണിക്കൂലേ എടുക്കാൻ. ദേഹത്തോടെ പറയരുത് കേട്ടോ. അപ്പം കൊള്ളാമോടാ? അപ്പൂപ്പൻ പൊളിയല്ലേ? വോയിസ് അപ്പൂപ്പ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അപ്പൂപ്പന്റെ വോയിസ് ഇവിടെ ഒന്ന് മാറ്റണം. അപ്പൂപ്പ ഉടുപ്പിടാതെ ഷർട്ടിടാ അല്ലേ? ഇടയ്ക്കൊന്ന് ക്ലിയർ ചെയ്യണം. കുറെ അവിടെ ഇവിടെയൊക്കെ തെറിച്ച്. ഒരു തുണിയിൽ വെള്ളം നനച്ചിട്ട് തുടങ്ങണം. ഇതൊന്നും